ബുദ്ധൻ നേരിട്ടായി പണം സേവ് ചെയ്യുക എന്ന് പറഞ്ഞു തരില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ധർമ്മദർശനം ഗൃഹസ്ഥ ജീവിതത്തിന് വളരെ പ്രായോഗികവും ബുദ്ധിപൂർവവുമായ ധനകാര്യ നിയമങ്ങൾ നൽകുന്നു. ബുദ്ധന്റെ ഉപദേശങ്ങളിൽ നിന്നുള്ള പണം സംരക്ഷിക്കാനുള്ള രഹസ്യങ്ങൾ ഇവിടെയുണ്ട്. 1. വരുമാനം 4 വിഭജിക്കുക. ഭാജനീയ സുത്ത. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്. ബുദ്ധൻ ഉപദേശിച്ചതുപോലെ നിങ്ങളുടെ വരുമാനം 4 ഭാഗങ്ങളായി വിഭജിക്കുക. 50% ജീവിതച്ചെലവിന്, നിങ്ങളുടെയും കുടുംബത്തിന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾക്കായി, ഭക്ഷണം, വസതി, വസ്ത്രം, വൈദ്യസഹായം. 25% നിക്ഷേപത്തിനും വ്യവസായ വികസനത്തിനും, നിങ്ങളുടെ വ്യവസായം വികസിപ്പിക്കുകയോ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകയോ ചെയ്യുന്നതിന് വീണ്ടും നിക്ഷേപിക്കുക. 20% സംരക്ഷണത്തിന്, ഭാവിക്കായി സംരക്ഷിക്കുക. അപ്രതീക്ഷിത സാഹചര്യങ്ങൾ, വൈദ്യചികിത്സ, വാർദ്ധക്യം എന്നിവയ്ക്ക് ഇത് സുരക്ഷിതത്വം നൽകുന്നു. 5% ദാനധർമ്മത്തിന്, സമൂഹത്തിന് തിരികെ നൽകുക. ഇത് നിസ്വാർത്ഥത വളർത്തുകയും നിങ്ങളുടെ സമ്പത്തിനൊരു പ്രയോജനം നൽകുകയും ചെയ്യുന്നു. 2. ചെലവ് കുറയ്ക്കുന്നതിന്റെ ശാസ്ത്രം. ഭോഗം. ആവശ്യമുള്ളതും ആഗ്രഹിക്കുന്നതും തിരിച്ചറിയുക. നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളതെന്താണെന്നും നിങ്ങൾ വെറും ആഗ്രഹിക്കുന്നതെന്താണെന്നും തിരിച്ചറിയുക. ആഗ്രഹങ്ങൾ കുറയ്ക്കുക. സാധ്യമായത്ര സരളമായ ജീവിതം നയിക്കുക. ബുദ്ധൻ ലഘുത്വത്തെ പ്രശംസിച്ചു. അതിനാവശ്യമില്ലാത്ത വസ്തുക്കൾ കൊണ്ട് ജീവിതം ഭാരപ്പെടുത്തരുത്. 3. കടത്തിൽ നിന്ന് ഒഴിവാക്കുക. ബുദ്ധൻ കടത്തെ ഒരു വിഷം എന്ന് വിശേഷിപ്പിച്ചു. കടം ഒരു വ്യക്തിയുടെ മാനസിക ശാന്തിയും സ്വാതന്ത്ര്യവും തടയുന്നു. അതിനാൽ കടമെടുക്കുന്നത് തീർച്ചയായും ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് വേഗത്തിൽ തിരിച്ചടയ്ക്കുക. 4. സംതൃപ്തി വളർത്തുക.